ടോയ്ലറ്റ് പേപ്പറിനകത്ത് മമ്മൂട്ടിയുടെ പേരെഴുതി കൊടുത്തായിരുന്നെങ്കിൽ അന്ന് കിട്ടിയേനെ മമ്മൂട്ടിക്ക് പുരസ്കാരം. മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം ലഭിക്കാത്തത് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടാണെന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി കുറിപ്പ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ മമ്മൂട്ടിയെ പോലുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് നിങ്ങൾ മതത്തിന്റെ കണ്ണിൽ കൊണ്ട് കെട്ടുന്നത്, അല്ലെങ്കിൽ മതത്തിന്റെ വാക്താവാക്കി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളൊക്കെ മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണാൻ പോകും, മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ മതം നോക്കിയിട്ടല്ല നമ്മളാരും സിനിമ കാണാൻ പോകുന്നത്. മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ മോഹൻലാലിന്റെ മതം നോക്കിയിട്ടല്ല സിനിമ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു പുരസ്കാരത്തിന്റെ പേരിൽ ഒരു നടന്റെ മതം വെച്ചിട്ട് ആൾക്കാർ പ്രതികരിക്കുന്ന കാണാൻ നേരത്തെ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ പക്ക വർഗീയപരമായിട്ട് രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ കഴിവിനെ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, അത് ഫോക്കസ് ചെയ്താണ് സംസാരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മമ്മൂട്ടി എന്ന നടന്റെ മതം നോക്കിയിട്ടാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്, മതമാണ് പ്രശ്നം എന്നൊക്കെ ആൾക്കാർ പറയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ പത്മ പുരസ്കാരത്തിൽ കേരളത്തിലൊരു ഡോക്ടർ ജോസ് ചാക്കോ പെരിയാപുരത്തിന് പത്മഭൂഷൺ എന്നുള്ള രീതിയിലൊരു വാർത്ത വരുന്നത്. പുള്ളിക്കാരൻ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെടുന്ന ഒരു വ്യക്തിയാണ്, പുള്ളിക്കാരൻ ഒരു ന്യൂനപക്ഷ കമ്മ്യൂണിറ്റി പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ നാട്ടിൽ ആ മനുഷ്യനും പുരസ്കാരം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ മതത്തിന്റെ നമ്മൾ ഈ കാർഡിറക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം ഈ പത്മയുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരുടെ പേരുകൾ നമുക്ക് കാണും. അപ്പോൾ നമ്മൾ ഈ മതത്തിന്റെ കാർഡിറക്കേണ്ട കാര്യമുണ്ടോ? ഇനി നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് മമ്മൂട്ടിക്ക് പുരസ്കാരം നൽകണമെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മമ്മൂട്ടിക്ക് തന്നെ പുരസ്കാരം കിട്ടുന്ന 1998 1998 മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിക്കുന്നത് തന്നെ ഈ തമിഴ്നാട് ഗവൺമെന്റിന്റെ നോമിനേഷനിലാണ്. ഇതിൽ വലിയൊരു ഗതികേട് മലയാളികൾക്ക് ഇനി വരാനുണ്ട്. മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിച്ചത് തമിഴ്നാടിന്റെ ശുപാർശയിൽ, യേശുദാസിന് പത്മവിഭൂഷൺ കിട്ടിയതിലും കേരളത്തിന് പങ്കില്ല എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന വാർത്തയേ ഉള്ളൂ. തിരുവനന്തപുരം നരേന്ദ്രമോദി സർക്കാർ പത്മ പുരസ്കാര നിർണയത്തിലെ അലകും പിടിയും മാറും വരെ സംസ്ഥാന സർക്കാരുകളുടെ ശുപാർശയിലായിരുന്നു പത്മ പുരസ്കാരം ലഭിക്കാൻ അടിസ്ഥാനമായി വേണ്ടിയിരുന്നത്. ശുപാർശ ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലാണ് അവാർഡ് ലഭിച്ചവർ സ്ഥാനം പിടിക്കുക. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും 1998 മോഹൻലാലിന് 2001 തമിഴ്നാടിന്റെ ശുപാർശയിൽ പത്മ പുരസ്കാരം ലഭിച്ചവരാണ്. കേരളം മാറി മാറി വന്ന ഭരിച്ച ഇടതു വലത് മുന്നണികൾ സർക്കാരുകൾ ഒരിക്കൽ പോലും ഇവരുടെ പേരുകൾ ശുപാർശ ചെയ്തില്ല. 1975 പത്മശ്രീ ലഭിച്ച ഗാനഗന്ധർവിന് 27 വർഷത്തിനു ശേഷം പത്മവിഭൂഷൺ കിട്ടാനും കാരണം തമിഴ്നാടാണ്. അവർ ശുപാർശ ചെയ്തതിനാൽ തമിഴ്നാടിന്റെ പട്ടികയിലാണ് യേശുദാസിന്. 2003 സുകുമാരിയും 2005 ചിത്രയും 2006 ശോഭനയും 2011 ജയറാമും തമിഴ്നാടിന്റെ ശുപാർശയിലാണ് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പരിഗണിക്കാതെ പുരസ്കാരം നിശ്ചയിച്ചു തുടങ്ങിയ ശേഷമാണ് മോഹൻലാലിന് 2019 KS ചിത്രയ്ക്ക് 2021 പത്മവിഭൂഷൺ ലഭിച്ചത്. മമ്മൂട്ടിയുടെ പേര് പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് പരിഗണിക്കാതിരുന്നതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നിരുന്നു. ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മവിഭൂഷൺ ബഹുമതിക്ക് പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടി ആകുന്നതിൽ തർക്കമില്ല. 1998 അവസാനം മമ്മൂട്ടിക്ക് പത്മശ്രീ കിട്ടിയത്. അത് തമിഴ്നാട് ഗവൺമെന്റിന്റെ നോമിനിയായിട്ടാണ് കിട്ടുന്നത്. കേരളം ഒന്നും ചെയ്തില്ല. ഇനി പോട്ടെ, നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാരൊക്കെ ബഹളം വെക്കുന്നു, മോദി ഹിന്ദുത്വ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് തന്നെ വെക്കുക. ഈ 2014 മുമ്പ് 2004 തൊട്ട് 2014 വരെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് UP ഗവൺമെന്റാണ്. കേരളത്തിൽ നിന്ന് എത്ര കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു നമുക്കറിയാം. ഒരു വെറും കടലാസ് പേപ്പറിനകത്ത് ഇവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാർ ഒരു മമ്മൂട്ടി എന്നൊരു പേരെഴുതി കൊടുത്തായിരുന്നെങ്കിൽ 2014 മുമ്പ് കിട്ടേണ്ട പുരസ്കാരത്തിന്റെ പേരിലാണ് ഇവിടെ ആൾക്കാർ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി ആലോചിക്കുക. ഇവരൊക്കെ ടോയ്ലറ്റ് പേപ്പറിനകത്ത് മമ്മൂട്ടിയുടെ പേരെഴുതി കൊടുത്തായിരുന്നെങ്കിൽ അന്ന് കിട്ടിയേനെ മമ്മൂട്ടിക്ക് പുരസ്കാരം. പിന്നെ കുറെ ആൾക്കാർ മതത്തിന്റെ പേരിലൊക്കെ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞു, മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടാണ് പുരസ്കാരം ലഭിക്കാത്തതെന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ആദ്യം പ്രതികരിക്കേണ്ടത്. 2 ദിവസം മുമ്പ് ഞാൻ ഏഷ്യാനെറ്റ് ഒരു ചർച്ച കണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് കാന്തപുരം ഉസ്താദ് സ്ത്രീയും പുരുഷനും ഇടകലർന്ന് എന്ന് വ്യായാമം ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു വിവാദ പരാമർശം നടത്തി. അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു. TG സുരേഷാണ് ചർച്ച നടത്തിയത്. അതിനകത്ത് സുഹ്രി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. അതിനകത്ത് ഈ അവതാരകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സിനിമാ തിയേറ്ററിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിൽ പോലീസിലൊക്കെ സ്ത്രീയും പുരുഷനും ഇടകലർന്നല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ ഉസ്താദ് പറയുന്നൊരു കാര്യമുണ്ട്, മതപരമായ രീതിയിൽ തെറ്റാണ് തിയേറ്ററിൽ പോകുന്നത്, അതൊരു ഉദാഹരണമായി കാണിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ മേൽ പറഞ്ഞ പട്ടികയിൽ പറയുന്ന ആൾക്കാരൊക്കെ ഇടകലർന്നല്ലേ ജോലി ചെയ്യുന്നത്, അതൊക്കെ തെറ്റാണെന്ന് ചോദിക്കാൻ നേരത്തെ അത് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ചെയ്യുന്നത് മതപരമായ രീതിയിൽ തെറ്റാണ്, പാപമാണെന്ന് പറഞ്ഞ ഉസ്താദുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ പോയിട്ട് ഉസ്താദിനെ തിരുത്തുക. ഇപ്പൊ മതപരമായ രീതിയിൽ തെറ്റ് ചെയ്യുന്ന ഒരാളെ മതപരമായ രീതിയിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അടുത്ത കാലത്തായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യം, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കൃത്യമായ രീതിയിൽ അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് പുരസ്കാരങ്ങൾ എത്തുന്നുണ്ട്. പണ്ട് കാശ് കൊടുത്താൽ കിട്ടുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കും കിട്ടിക്കൊണ്ടിരുന്ന ഇതേ പുരസ്കാരങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആദിവാസി മേഖലയിൽപ്പെടുന്ന
ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത മനുഷ്യർക്ക് വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പുരസ്കാരങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്. ആ പുരസ്കാരത്തിന്റെ വാല്യൂ വെറുതെ മതം പറഞ്ഞിട്ട് വെറുതെ ഇല്ലാതാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി മതപരമായ രീതിയിൽ മമ്മൂട്ടി ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ പുരസ്കാരം ലഭിക്കാത്തതെന്ന് ചോദിക്കുന്നവരുടെ പത്മയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക. അതിനകത്തും മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരുടെ പേരുകൾ നിങ്ങൾക്ക് കാണും. ഇനി ഇതേ മമ്മൂട്ടിയെ തന്നെ ആക്ഷേപിച്ച ഉസ്താദിനെ ആദ്യമേ പോയി നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക. അർഹതപ്പെട്ട അംഗീകാരം, രാജ്യത്തിന് അംഗീകാരം സാധാരണക്കാരിൽ എത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്നാൽ അടുത്ത കാലത്തായിട്ട് മമ്മൂട്ടിക്ക് അത് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ മഹാന്മാരായിട്ട് പല കലാകാരന്മാരേക്കും ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ ഭരണത്തിനു ശേഷം പോലും ലഭിച്ചിട്ടില്ല എന്ന് കൂടി ഒരു ഓർമ്മപ്പെടുത്താൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. അധികാരത്തിലിരുന്ന കാലത്ത് മമ്മൂട്ടിയുടെ പേര് ഒരു ടോയ്ലറ്റ് പേപ്പറിൽ പോലും എഴുതി കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പ്രതിഷേധിക്കുന്നത്. അത് മതത്തിന്റെ പേരിൽ, മതം പറഞ്ഞിട്ട്. മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ നമ്മൾ പോയി കാണുന്നത് നടന്റെ പേരിലാണ്, അല്ലാതെ മതത്തിന്റെ പേരിലല്ല. 2014 മുമ്പ്, മോദി 2014 വന്നത്. അതിന് മുമ്പ് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം കൊടുക്കാഞ്ഞത്? മമ്മൂട്ടി ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ? ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രാധാന്യമില്ലേ, പ്രസക്തിയില്ലേ? അന്ന് എന്താ നിങ്ങൾ കൊടുക്കാഞ്ഞ്? മമ്മൂട്ടിയുടെ മതം നോക്കിയിട്ടാണോ? മുസ്ലിം ആയതുകൊണ്ടാണോ കൊടുക്കാഞ്ഞത്? 2014 മുമ്പ് 10 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ്?